അല്ല, നമ്മളൊരിക്കലും ഇൻഡിവിജ്വൽ അറ്റാക്സ് അല്ല തിരഞ്ഞെടുപ്പ്. ഞങ്ങൾ ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാറുമില്ല. നമുക്കിപ്പോൾ ജനങ്ങളാണല്ലോ ആത്യന്തിക വിധികർത്താക്കൾ. അവരത് കൃത്യതയോടുകൂടി പരിശോധിച്ച് തീരുമാനിക്കും. നമ്മളവരോട് പറയും നമ്മളെ നിലപാടിൻ്റെതാണ്, ജനങ്ങളോട് പറയും. അവരത് കേട്ട് അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവരൊരു നിലപാടെടുക്കുകയാണ്. ആ നിലപാടിനെ അംഗീകരിക്കുക, അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയും. പിന്നെ നമ്മുടെ പ്ലൂറൽ സൊസൈറ്റിയാണ്, ആ വൈവിധ്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ. പിന്നെ അതിൻ്റെ ഒരു കൂടി സൂത്ര വിദ്യ, ആധുനിക സാങ്കേതിക വിദ്യയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ഇതിന് പകരം നിങ്ങൾക്ക് 8 കൊല്ലം മുമ്പ് ഒരു പ്രത്യേക കോൺടെക്സ്റ്റിൽ ഞാൻ നടത്തിയൊരു പ്രസംഗത്തിൽ കൊടുത്തുകൂടി. ഇപ്പോൾ കൊടുത്തുകൂടി എന്നെങ്ങനെ ഇരുത്തി കാണിച്ചിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കള പറയാൻ പറ്റുന്ന സാധനമാണ് എന്ത്? സൈബർ സ്പേസ്. കാരണം അത് സാങ്കേതിക വിദ്യയിൽ നിന്നാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വ്യക്തികളെ തേജോവധം ചെയ്യാനും ഇൻഡിവിജ്വൽ അറ്റാക്സ് നടത്താനും അത് ദുർവിനിയോഗം ചെയ്യാൻ കഴിയും. അത്തരമൊരു ദുർവിനിയോഗം നിർഭാഗ്യവശാൽ ഇപ്പോൾ ഷൈല ടീച്ചർക്കെതിരെ നടത്തിയിരിക്കുക. അത് വളരെ മലയാളത്തിൽ എങ്ങനെയാണ് ഭാഷ പ്രയോഗിക്കാൻ എനിക്കറിയില്ല. ഒരുതരം നീച പ്രവർത്തനമാണ്, പാടില്ല. അതാണ് സംഭവം. അത് അത്യന്തം അപലപനീയമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പരാതി കണ്ട് പരിശോധിക്കാൻ വേണ്ടതുണ്ടെങ്കിൽ അത് വളരെ ഖേദകരമായ, ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ആക്രമണമാണ്. പ്രത്യേകിച്ചൊരു വനിത എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാന്യത ഉള്ള ഒരു വനിത എന്നുള്ള നിലയിൽ അവർക്ക് കേരളീയ സമൂഹത്തിലുള്ള ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് അവർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ളത്. അത്യന്തം അപലപനീയമാണ്. അല്ല, അവിടെ നമ്മൾ കണ്ടതാണല്ലോ വടകരയിൽ എങ്ങനെയാണ് UDF പ്രതികരിച്ചത്. വളരെ യോഗ്യനായിരുന്ന നിലവിലുള്ള MP-യെ മാറ്റേണ്ട ചെയ്ത്, അങ്ങനെയല്ലേ? ഈ സാധാരണ വലിയ ഇതിലുള്ള അംഗീകാരമുള്ളതെന്ന് അവർ പറഞ്ഞ് വെച്ചിട്ടുള്ളേ ഒരാളെ മാറ്റിയിട്ട് അവിടെ വേറെ സ്ഥാനാർത്ഥികളൊക്കെ കൊണ്ടുപോയി വെച്ച് അങ്ങ് പരീക്ഷണം നടത്തിയതാണ്. അതിൻ്റെ ഒന്നും അതവിടെ നടക്കില്ല. അപ്പോൾ അത് ടീച്ചർ ജയിക്കുന്നേ ചെയ്യും, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ തരം പ്രയോഗങ്ങൾ നടത്തും. അപ്പോൾ അതിനൊക്കെ നമുക്ക് വളരെ തീവ്രമായിട്ടും പ്രതികരിക്കാം. അതിപ്പോൾ ഞാൻ പ്രതികരിക്കില്ല. അത് മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതൊക്കെ ഞാനീ പറയുന്നത് പോലെ ഈ പാർട്ടിയുടെ ഒരു ജനറൽ പൊതു ലൈനിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് CPIM-ൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് തന്നെ നല്ല സ്വീകാര്യത ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയത്തിലൊരു നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ. അതിൽ അതിലെ ജയാപജയങ്ങളൊന്നും CPM-നെ ഭയപ്പെടുത്തുന്നില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ പാർട്ടിയുടെ നയങ്ങൾക്ക് നല്ല സ്വീകാര്യത ഉണ്ട്. ഏറ്റവും വലിയ എല്ലാ തലത്തിലും എല്ലാ നാട്ടുമ്പുറത്തും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എത്തിയിട്ടില്ല. അതേസമയം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ CPM നിലപാടുകൾ എല്ലാ കാലത്തും വളരെയേറെ ശ്രദ്ധയോടുകൂടി ആണ് കണ്ടിട്ടുള്ളത്. പല നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സന്നിഗ്ധ ഘട്ടങ്ങളിൽ CPM സ്വീകരിച്ച നിലപാടുകളാണ് അതിന് സഹായകരമായിട്ടുള്ളത്. വിവിധ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നതിന് ബന്ധപ്പെടുത്തി പല സന്ദർഭങ്ങളിലെയും രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഇതെല്ലാം രൂപപ്പെടുത്തുന്നതിൽ CPIM ഇന്ത്യയിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോഴും ആ പങ്ക് നിർവഹിക്കുന്നുണ്ട്. മറ്റേതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിലെ ആനുഷംഗികമെന്ന് നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാത്തടത്തോളം കാലം പത്രവാർത്തയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പ്രതികരിക്കാൻ പാടില്ല. അത് പറ്റുമോ? അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അത് കോൺഗ്രസ് പാർട്ടി ഈ ഹിന്ദുത്വ വിഷയത്തിൽ സ്വീകരിച്ച പൊതുനിലപാടുകളിൽ എപ്പോഴും ഒരു ചാഞ്ചാട്ട സ്ഥിതിയുണ്ട്. തീവ്ര ഹിന്ദുത്വ വർഗീയതയാണ് അത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ആ തീവ്ര ഹിന്ദുത്വത്തോടുള്ള സമീപനത്തിൽ ഒരു മൃദു ഹിന്ദുത്വ ലൈൻ സ്വീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് സ്വീകരിച്ച് പോരുകയാണ് തുടർച്ചയായിട്ട്. അതുകൊണ്ടല്ലേ ഈ കോൺഗ്രസ്സുകാരുടെ വേഗം BJP-യിലേക്ക് പോണത്. കാരണം നിങ്ങളൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് കാണിക്കുന്നു വിചാരിക്കും, ആശയപരമായ വ്യത്യസ്തതയില്ലെങ്കിൽ പിന്നെ എന്തിനാ ആ നിലപാടില്ലായ്മ അവർക്ക് വേഗം ചാഞ്ചാട്ടപരമായി മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള വഴി തുറന്നു വെക്കും. ഇപ്പം തന്നെ കർണാടകയിലെ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച ഒരു പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ എന്താ പറയുന്നത്? രാമക്ഷേത്രം തുറന്നു കൊടുത്തത് ഞങ്ങളാണ്. പരസ്യത്തിലാണ്. ഈ രാമക്ഷേത്രം എന്ന അജണ്ട പിന്നീട് BJP എടുത്തതാണ്.
അങ്ങനെയാണ് എന്നെ കണ്ടത്. ഈയിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് ചുറ്റും ഈ രാമക്ഷേത്രത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വെച്ചിരിക്കും. അദ്ദേഹത്തെ BJP സ്വീകരിക്കാത്തപ്പോൾ എടുത്ത് പുറത്തേക്കിട്ടു. അങ്ങനെയും കേൾക്കുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിൽ തന്നെ അജണ്ടകൾ സെറ്റ് ചെയ്യുമ്പോൾ വലിയ തോതിൽ ഹിന്ദുത്വ ലൈനുള്ള അജണ്ടകൾ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു നിലപാടിൽ വ്യക്തത. ഇന്ത്യ പോലൊരു സെക്കുലർ സ്റ്റേറ്റിൽ സെക്കുലറിസത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു നിലപാടിൽ ചാഞ്ചാടാൻ പാടില്ല. അതാണ് ഞങ്ങൾ ലെഫ്റ്റും ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. മൗലികമായ ചില വിഷയങ്ങൾ അതിൽ ചാഞ്ചാടാൻ പറ്റില്ല. ഇപ്പോൾ CPIM ഈ വിഷയത്തിൽ പറഞ്ഞു CAA അത് റൂൾ ബുക്കിൽ ഉണ്ടാവില്ല, നിയമ പുസ്തകത്തിൽ തന്നെ അത് ഇല്ലാതാക്കണം. അതാണ് സെക്കുലറിസത്തിൻ്റെ ഒരു അടിത്തറയിൽ. ഒരു മതത്തിനെതിരായ ഒരു സാധനം വന്നാൽ അത് നിയമപുസ്തകത്തിന് പോകണ്ടേ. അവിടെയാണ് ഞങ്ങൾ നിലപാടുമായിട്ട് ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ PMLA അതിലെ ചില സെക്ഷൻസിൻ്റെ വലിയ ദുർവിനിയോഗം നടക്കാൻ ഡെമോക്രസിയുടെ ബേസ് ഫൗണ്ടേഷൻ പോവാല് ഇത് എന്തെല്ലാം തകരാറുകൾ അത് ഉണ്ടാക്കിയിരിക്കുന്നു. പോലീസിൻ്റെ അധികാര ദുർവിനിയോഗം IPC വകുപ്പുണ്ട്. ഇപ്പുറത്ത് എന്താണ് അധികാര ദുർവിനിയോഗം എങ്ങനെ തടയാം? വലിയ പ്രതിസന്ധി തന്നെ ഇന്ത്യൻ ഡെമോക്രസിയിലും ഡെമോക്രാറ്റിക് ജനാധിപത്യ പ്രവർത്തനത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. CPM നിലപാടുണ്ട്, ആ നിയമം ഇല്ലാതെയാക്കും. CPIMന് അമിതാധികാരത്തിൻ്റെതായ നിലപാടുകളോടും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൂടുതൽ വ്യക്തതയുണ്ട്, സുതാര്യതയുണ്ട്. ആ നിലയിലാണ് CPM മാനിഫെസ്റ്റോ വന്നത്. ആ അളവിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് അവരുടെ പരിമിതിയാണ്. ആ പരിമിതി കോൺഗ്രസ്സുകാരെ BJPയിലേക്ക് എത്തിക്കാൻ ആപേക്ഷികമായിട്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നല്ല മത്സരം ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറൻ ബംഗാളാണ് നമുക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പ്രവർത്തനം പുതിയൊരു യുവതലമുറ, ഒരു യങ് ജനറേഷൻ്റെ വലിയ പങ്കാളിത്തം ദൃശ്യമാവുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനാണത്. അതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് CPMന് ഉണ്ടാവുമെന്നാണ് പ്രാഥമികമായിട്ട് ആ പ്രദേശങ്ങളെ അറിയുന്ന ഒരാളെന്ന നിലയിൽ. നമ്മുടെ CPM മത്സരിക്കുന്ന സീറ്റുകളും ആ പ്രദേശങ്ങളും അതിൻ്റെ പൊതു രാഷ്ട്രീയ സ്വഭാവം അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയാം. അത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെ CPMന് കേരളത്തിന് പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുണ്ടാവും.